ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എനിക്ക് അവധി ദിവസങ്ങളെല്ലാം ഞാനിങ്ങനെ കുക്കിംഗ് പല കാര്യങ്ങളും ഇഷ്ടമുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യും. മറ്റതിന് എനിക്ക് സമയം കാണത്തില്ല. പക്ഷേ ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ കയറിയത്. 12 മണിക്കാണ് ഞാൻ കിച്ചണിൽ കയറിയത്. ഒരു 1:15 ആയപ്പോൾ എല്ലാം സെറ്റായി. അതിന് മുമ്പ് ചിക്കൻ എൻ്റെ ഹെൽപ്പർ ചേച്ചി വേവിച്ച് വെച്ചിരുന്നു. സോ അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഹസ്ബൻഡ് ഉള്ള സമയത്ത് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. നല്ല നാടൻ ഫുഡാണ് നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഹസ്ബൻഡിന്. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ മറൈൻ എഞ്ചിനീയർ ആയതുകൊണ്ട് എപ്പോഴും പുറത്തെ ഫുഡും അതൊക്കെ കഴിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ നല്ല നാടൻ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. സോ അതിലായിരിക്കും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അല്ലാത്തപ്പം മോൻ്റെ ഇഷ്ടത്തിനാണ്. മോനാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇപ്പം ഇളയ കുഞ്ഞിനും ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വന്നു തുടങ്ങി. പറഞ്ഞു വന്നത്, ഇപ്പോൾ പെട്ടെന്ന് രാവിലെ മൂത്ത ആളുടെ കൈ റൈറ്റ് ഹാൻഡ് ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ്. സോ അവന് വേണ്ടിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ രാവിലെ. അതുകൊണ്ടാണ് എല്ലാത്തിനും ലേറ്റ് ആവുന്നത്. അപ്പോൾ പറയാൻ വന്നൊരു കാര്യം ഇതൊന്നുമല്ല. ഇപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ആ ചിക്കൻ എടുത്തേക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കണ്ടിച്ച് അങ്ങനെയൊന്നുമല്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഇടുക. അതിൻ്റെ ടേസ്റ്റാണ് പ്രധാനം. ആ ടേസ്റ്റിന് എക്സ്ട്രാ അഡീഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആ കൊടുക്കുന്ന രീതി, സ്നേഹം, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. അതല്ലാണ്ട് പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാ ഇൻഗ്രീഡിയൻസും വേണം. ഇതിലിപ്പോൾ സെലറി ഇല്ല, സെലറി എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അനുസരിച്ചൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുക. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് സൂപ്പർബായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സൂപ്പർബായിരുന്നു. ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. പക്ഷെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മനോഹരമായിട്ട് ജീവിക്കാൻ പറ്റും. ഹാപ്പി സൺഡേ.